ഗുരുവായൂരിൽ CPIM BJP ഡീൽ നടന്നുവെന്ന് UDF സ്ഥാനാർത്ഥിയായ CH റഷീദ് 2021 ഗുരുവായൂരിൽ CPIM ജയിച്ചത് BJPയുടെ വോട്ട് വാങ്ങിയാണ്. LDF ഭരിച്ച 20 വർഷത്തിനിടയിൽ ഗുരുവായൂരിൽ യാതൊരു വികസനവും നടന്നിട്ടില്ല. B ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ ഗുരുവായൂർ വർഗീയ ചേരിതിരിവുണ്ടാകില്ല എന്നും UDFന്റെ നിലവിലെ സംഘടനാ ശേഷി കൊണ്ടും ശക്തി കൊണ്ടും ഗുരുവായൂർ തിരികെ പിടിക്കുമെന്നും CH റഷീദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. LDFും UDFും തമ്മിലുള്ള അതിശക്തമായ മത്സരമാണ് തൃശൂർ ഗുരുവായൂർ മണ്ഡലത്തിൽ നടക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായി അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ കൂടി രംഗത്തുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം UDF സ്ഥാനാർത്ഥി CH റഷീദ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. വലിയ മത്സരമാണ് ഗുരുവായൂരിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് LDFും UDFും തമ്മിലുള്ളൊരു മത്സരം. കഴിഞ്ഞ കുറേ കാലങ്ങളായി UDF ഇവിടെ തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇത്തവണ എങ്ങനെയാണ് ഒരു മാറ്റം ഈ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? 100% ഇത്തവണ UDF ജയിക്കും. UDF ജയിക്കും എന്ന് പറഞ്ഞാൽ നിലവിലുള്ള UDFന്റെ ശക്തി കൊണ്ട് തന്നെ, അതിൻ്റെ അംഗബലം കൊണ്ട് തന്നെ ഇത്തവണ UDF ജയിക്കും. കഴിഞ്ഞ 2019 മുതൽ ഈ നിയോജകമണ്ഡലത്തിൽ UDFന് ഭൂരിപക്ഷം ഉണ്ട്. എന്നാൽ 2019 20,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നിയോജകമണ്ഡലമാണ് ഗുരുവായൂർ. 21 തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് വാങ്ങിച്ച് ഗുരുവായൂരിലെ CPMന്റെ സ്ഥാനാർത്ഥി ജയിച്ചതല്ലാതെ അതിനുശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാരണം 100% 2019 33,000 വോട്ട് BJPക്ക് ഉണ്ടായിരുന്നു. എന്നാൽ 2021 വന്നപ്പോൾ 6,000 വോട്ട് BJP പിന്തുണക്കുന്ന സ്ഥാനാർത്ഥി 100% കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് BJP വോട്ട് CPM വാങ്ങിക്കൊണ്ട് വിജയിച്ചതാണ്. അതായത് ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ വിജയമായിട്ട് അതിനെ കാണാനേ കഴിയില്ല. അതിനുശേഷം നടന്ന 2024 തെരഞ്ഞെടുപ്പിൽ 7,800 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. അതിനുശേഷം നടന്ന 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. 100% ഈ നിയോജകമണ്ഡലം UDFന് അംഗബലമുള്ള, സ്വാധീനമുള്ള, ശക്തിയുള്ള, ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. UDFന്റെ LDFന്റെ സ്ഥാനാർത്ഥിനെതിരെ B ഗോപാലകൃഷ്ണൻ NDA സ്ഥാനാർത്ഥി ചില പരാമർശങ്ങൾ നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഗുരുവായൂരിൽ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു MLA വന്നിട്ട് 50 വർഷമായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. അത് ഹിന്ദു വോട്ടുകളെ സ്വാധീനിക്കാൻ, ഹിന്ദുത്വ വികാരം ഉയർത്തി NDAക്ക് അനുകൂലമാക്കാനുള്ളൊരു നീക്കമാണ് ഇട്ടാണ് അതിൽ വിലയിരുത്തപ്പെടുന്നത്. ഗോപാലകൃഷ്ണന്റെ ഇത്തരം വാക്കുകളും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളും ഒക്കെ LDFനാണെങ്കിലും UDFനാണെങ്കിലും അവരുടെ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഈ ഗോപാലകൃഷ്ണൻ ആഗ്രഹിക്കുന്ന പോലെ ഈ ഗുരുവായൂരിന്റെ മണ്ണ് വർഗീയ മണ്ണല്ല. ഗുരുവായൂരിന്റെ മണ്ണ് എന്നും മതേതരത്വത്തെ മുറുകെ പിടിച്ചൊരു മണ്ണാണ്. ഈ നിലവിൽ സിറ്റിംഗ് MLA NK അക്ബർ അദ്ദേഹം വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് പ്രചാരണത്തിലുടനീളം പറയുന്നത്. ആ 10 വർഷത്തെ വികസനം LDF MLA ഇവിടെ തുടർച്ചയായി ഉണ്ടായിരുന്നതിന്റെ വികസനം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്നുള്ളതാണ് LDFന്റെ ഒരു പ്രതീക്ഷയും മറ്റും. അതിനിവിടെ വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. വികസനം നടന്നാലാണല്ലോ അതിൻ്റെ പേരിൽ വോട്ട് കിട്ടുക. ഇവിടെ എന്ത് വികസനമാണ് ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് 15 വർഷവും ഭരണകക്ഷി MLAമാർ ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചു, ഇടതുപക്ഷത്തിൻ്റെ. അവർ എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്ന്? മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞത് പോലും അട്ടിമറിക്കപ്പെട്ടതാണ്. അതുകൂടാതെ ഞങ്ങൾക്ക് അധികമായി വരാൻ പോകുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അത് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഇന്ന് ഇടതുപക്ഷത്തിനെതിരായി, പിണറായിസത്തിനെതിരായി, ഈ ഭരണത്തിനെതിരായി വിധിയെഴുതാൻ പോവുകയാണ്. അതുകൂടാതെ ഈ ജനപ്രതിനിധിയെക്കുറിച്ച് ജനങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. അതും ആ ജനപ്രതിനിധിക്ക് എതിരായിട്ടുള്ള പൊതുവികാരവും ഞങ്ങൾക്ക് അനുകൂലമായി വരും. തീർച്ചയായിട്ടും ചരിത്രത്തിലെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുപ്പ് വിജയിക്കും. സിറ്റിംഗ് MLAക്കെതിരായിട്ടുള്ള ജനവികാരം, BJP സ്ഥാനാർത്ഥി നടത്തുന്ന വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ, ഇതെല്ലാം നിലവിലുണ്ടെങ്കിലും അത് അനുകൂലമായി UDFന് മാറും എന്നുള്ളതാണ് നിലവിലെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ CH റഷീദിന്റെ പ്രതീക്ഷ. ഏതായാലും വലിയ വിജയം തന്നെ ഈ മണ്ഡലത്തിൽ UDFന് കൈവരിക്കാനാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.